ഹായ് ഹലോ. അപ്പോൾ ദേ നമ്മൾ കുഞ്ഞാപ്പിന് ചൂട് വെച്ച് കൊടുക്കുകയാണേ. സമ്മതിക്കുകയില്ലെന്നും പറഞ്ഞിട്ട് തന്നെ നിൽക്കുക. ഇതുണ്ട എത്ര പ്രാവശ്യം മാറ്റി വെച്ചാലും എന്താ മണൽക്കിഴിയുടെ ചൂട് പോണതിന് മുമ്പ് കുഞ്ഞാപ്പിന് ഇച്ചിരി ചൂട് കൊടുക്കണ്ടേ. 2-3 പ്രാവശ്യമൊക്കെ നേരത്തെയൊക്കെ പകലൊക്കെ ചെയ്തായിരുന്നു. ആ ഓയിൽമെൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ചൂട് മസ്റ്റാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത പാട്ടിലൊക്കെ അവന് വേദന ഉണ്ടാവുമല്ലോ. ചെറിയ ചൂട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആശ്വാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂട് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഓടിച്ച് വിടാനും തോന്നിയില്ല കേട്ടോ. വെളിയിലോട്ട് ഇറക്കിയിട്ട് വാതിലടച്ചിട്ട് ചൂട് വയ്ക്കാൻ തോന്നിയില്ല. പക്ഷെ അതവൻ്റെ കെയറിങ് അല്ലേ. അപ്പോൾ തന്നെയല്ല അവനത് മനസ്സിലാക്കട്ടെ. നല്ലതാണ്, അവന് കുഞ്ഞിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ വേണ്ട. നോക്കിക്കേ, കിഴി വെച്ചപ്പം സമ്മതിച്ചില്ല. ഞാൻ തിരുമ്മി കൊടുത്തിട്ടുണ്ട്. മടിയിൽ കിടത്തി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒരു കുഴപ്പമില്ല. റിലാക്സ്. വേണ്ട നോക്ക്, ഇതെങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കും. എല്ലാവരും ഉറക്കം. കുഞ്ഞാപ്പൻ എന്നെ നോക്കി കറമ്പൻ ഇരിക്കുക. കുഞ്ഞാപ്പനും ഉറക്കാണ് കേട്ടോ. ചൂടൊക്കെ വെച്ച് ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവന് പെയിനൊക്കെ കുറഞ്ഞിട്ട് ഇപ്പം നല്ല ആശ്വാസമുണ്ട്. കാരണം കുഞ്ഞാപ്പനും ഉറക്കാം. അപ്പോൾ ഇതേ സമാധാനപരമായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കിഴിയെടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും എൻ്റെ മടിയിൽ വന്നു. അപ്പറേ വന്ന് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നോക്കണം. അപ്പോഴാണ് കണ്ടതേ. കണ്ട അപ്പുറം സുന്ദരൻ അപ്പുറം ഗുസ്തി മറിയല. നല്ല ഉറക്കമാണ്. സമ്മതിക്കത്തില്ല. എന്താ അവൻ്റെ വിചാരം എന്നറിയില്ല. നോക്കുമ്പോൾ ആ കിഴിയിൽ നോക്കുമ്പോൾ ചൂടുണ്ടല്ലോ. ഇനി ഞാൻ കുഞ്ഞാപ്പനെ ദ്രോഹിക്കാൻ തന്നെയാണ് അവൻ്റെ വിചാരം. അപ്പോഴേ നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ കഴിക്കാത്തതാണ്. അവന് തിക്കായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞത് ഇപ്പം അമൃതം പൊടി കുറുക്കി കൊടുക്കുക, ഹോർലിക്സ് കൊടുക്കാമെന്ന് പറയും. പിന്നെ എല്ലാവരും പറഞ്ഞ് ഹോർലിക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ കാരണം എനിക്കും തോന്നിയത് പറഞ്ഞാൽ ഹോർലിക്സ് കൊടുക്കുന്നില്ല. പിന്നെ വിറ്റാമിനൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുന്നുണ്ട് കുറേശ്ശെ. അതൊന്നും ഡോക്ടർ പറഞ്ഞിട്ടല്ല, അത് ഞാനായിട്ട് കൊടുക്കുക വിറ്റാമിൻ. പക്ഷേ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ലാത്ത രീതിയിൽ ചില കമൻസ് കണ്ടായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, അവന് ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇച്ചിരി ലൂസ് കുറുക്കാണേലും വെച്ച് കൊടുത്താൽ അവൻ കുറച്ച് നേരം വായിൽ പിടിച്ച് പതുക്കെ ഇറക്കത്തുള്ളൂ. അരമണിക്കൂർ കൊണ്ട് അവർ 3-4 സിറിഞ്ച് ഫുഡ് അവന് കൊടുക്കണത്. അതുപോലെ തന്നെ വെള്ളം കുടിക്കും, എന്നാലും ഇറക്കാൻ പാടാണ്. അല്ലാതെ നമ്മൾ കൊടുക്കാഞ്ഞിട്ടല്ല കേട്ടോ. അപ്പോൾ കണ്ട തിരുമ്മി കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. മര്യാദക്ക് വന്ന് കിടക്കും. ഞാൻ അവനെയും സമാധാനിപ്പിച്ച്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.